ഇന്ത്യൻ ഫിലോസഫർ ഓഷോ രജനീഷിൻ്റെ ഒരു പഴയ വീഡിയോ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, നമ്മൾ എന്തെങ്കിലും ഒന്നിൽ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകും. ബിലീവ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് പോയിസൺ ടു യുവർ ഇൻ്റലിജൻസ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ആരും വിശ്വസിക്കരുത്, നിങ്ങൾ എന്നെപ്പോലും വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു വഴി കണ്ടുപിടിക്കുക, നിങ്ങളുടെ ഒരു ഇൻസൈറ്റ് കണ്ടുപിടിക്കുക. അതെങ്ങോട്ട് വേണമെങ്കിലും പോവാം. ആ വഴിയിൽ വേറെ ആരും നിങ്ങളെ ഫോളോ ചെയ്യാനും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വഴിയാണ്, നിങ്ങളുടെ ഇൻസൈറ്റാണ്, അത് നിങ്ങളുടെ വിശ്വാസമാണ്. എന്താ ഗോസ്പലിൽ ശിഷ്യന്മാർ വലിയ കോൺഫിഡൻസിലാണ്. അവർ ഈശോയോട് പറയുന്നു, ഞങ്ങൾക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്, ഇനി നീ കഥയൊന്നും പറയണ്ട, ഇമേജസ് ഒന്നും പറയണ്ട, ഞങ്ങൾക്കിനി ചോദ്യങ്ങളില്ല, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈശോ അവരുടെ റിയാലിറ്റി പറയാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വഴിക്ക് പോവും, നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോവും, ഞാൻ ഒറ്റപ്പെട്ടു പോവും, പക്ഷെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവർ ഈശോനെ ഇട്ടേച്ച് പോകുന്ന ഈശോക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഈശോ അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇവരൊക്കെ ഭാവിയിൽ സ്പിരിച്വൽ ലീഡേഴ്സ് ആവേണ്ട ആൾക്കാരാണ്. പക്ഷേ ഇവർക്ക് കുറവുകളുണ്ട്, ഇവർക്ക് വീഴ്ചകളുണ്ടാവും എന്ന് ഈശോ പറയാണ്. ഈ ലോകത്ത് കുറേ അധികം സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്. നമ്മളിൽ പലരും ചിലരെ എങ്കിലും ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, അവരുടെ ടോക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഫെയ്ത്ത് ക്ലിയർ സൈറ്റഡ് ആയിരിക്കണം. നമ്മൾ ഒരാളെ ഇങ്ങനെ എടുത്ത് ഐഡലൈസ് ചെയ്യുമ്പോൾ വി ആർ ഡൂം ടു ഡിസപ്പോയിൻമെൻറ്റ്. നമ്മൾ വിശ്വസിക്കുന്ന ആൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ നമ്മളും താഴോട്ട് വീണു പോകും. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന ഒരുപാട് വഴികളുണ്ടാവും, ഒരുപാട് സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ടാവും. അവരുടെ പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത്. അവരുടെ പിന്നാലെ പോയാൽ ചിലപ്പോൾ അവരിങ്ങനെ ഉയർത്തി പോകുന്ന കാണാം, ചിലപ്പോൾ അവർ തലകുത്തി താഴേക്കും വീഴാം. അപ്പോൾ അവർ താഴേക്ക് തലകുത്തി വീഴുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടി താഴെ വീഴും.